ഹായ് ഗൈസ്. സോ ഇപ്പോൾ നമ്മൾ യൂസറിന് ലിറിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സോങ്ങിനോട് നമ്മൾ എന്താ പറയുക കണക്ട് ചെയ്ത എല്ലാ ലിറിക്സും സ്ക്രീനിൽ കാണിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ ഇതിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് ഇൻ്റർഫേസ് നമ്മൾ ഡയഗ്രാം ചെക്ക് ചെയ്യുന്ന മനസ്സിലാവും. ഇവിടെ നമ്മൾ ഇനി ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ലിറിക്സ് കറസ്പോണ്ടിങ് സോങ്ങിൽ പെർട്ടിക്കുലർ ഏതൊക്കെയാണ് എല്ലാ ലിറിക്സും ഉള്ളത്, അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആ ലിറിക്സൊക്കെ നമ്മൾ കാണിക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സോ നമ്മുടെ ഈ ലിറിക് ലിസ്റ്റ് ഇൻ്റർഫേസ് അല്ലെങ്കിൽ കമ്പോണൻറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ലിറിക് കണ്ടൻറ്റാണ് വേണ്ടത്. വലത് സൈഡിൽ ലൈക്ക് ഒരു എന്താ പറയുക ബട്ടൺ പോലെ അല്ലെങ്കിൽ ഒരു ഐക്കൺ പോലെ നമുക്ക് കൊടുക്കണം യൂസറിന് അത് ലൈക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ എല്ലാം കൂടി ലിറിക് ലിസ്റ്റ് കമ്പോണൻ്റാണ് നമ്മൾ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഇത് രണ്ടും നമ്മൾ ലിറിക് ലിസ്റ്റ് കമ്പോണൻ്റാണ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് തോട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും, എന്താ പറയുക ഇതിനകം നമ്മൾ സോങ് ഇൻഡെക്സ് കമ്പോണൻറ്റിൽ ലിസ്റ്റ് റെൻഡർ ചെയ്തിട്ടുണ്ടല്ലോ ഓൾറെഡി. സോ വീണ്ടും ലിസ്റ്റ് റെൻഡറിൽ ഇത് ചെയ്യുമ്പോൾ ലിസ്റ്റ് റെൻഡർ ചെയ്യുന്ന സമയത്ത് പുതുതായിട്ട് ലൈക്ക് പഠിക്കണം എന്നുള്ളത് ലൈക്ക് എന്താ പറയുക പുതുതായിട്ട് ചെയ്യാൻ ഒന്നും ഇല്ലല്ലോ എന്ന് നമുക്ക് തോന്നും. കാരണം ഓൾറെഡി നമ്മളിത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. സോ അത് തന്നെയാണോ അവിടെ കോപ്പി പേസ്റ്റ് വർക്ക് ആണോ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇത് കാണാൻ സിമിലർ ആണ് തോന്നിയാലും ലിസ്റ്റ് ബിൽഡൊക്കെ ചെയ്യുന്ന ടൈമിൽ കുറച്ച് ചാലഞ്ചസ് ഒക്കെ വരും നമുക്ക് ഇവിടെ. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാനിത് ഗോ ത്രൂ ചെയ്യുന്നത്, നമുക്കിത് ഇങ്ങനെ കാണിക്കാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കൊരു കമ്പോണൻ്റ് ഉണ്ടാക്കണം, ലിറിക് ലിസ്റ്റ് കമ്പോണൻ്റ് ഉണ്ടാക്കണം. ഓക്കെ, സോ അത് നമുക്ക് ചെക്ക് ചെയ്യാം ലിറിക് ലിസ്റ്റ് കമ്പോണൻ്റ് എവിടെ ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ കമ്പോണൻസിനുള്ളിൽ ന്യൂ ഫയൽ കൊടുക്കണം. ലിറിക് ലിസ്റ്റ് .js എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ, സോ ഇനി ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്യണം റിയാക്ട് ഞാൻ സ്റ്റിൽ ക്ലാസ് ബേസ്ഡ് കമ്പോണൻസ് തന്നെയാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ കമ്പോണൻ്റ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഡിഫൈൻ ചെയ്യണം. ക്ലാസ് ലിറിക് ലിസ്റ്റ് എക്സ്റ്റെൻസ് കമ്പോണൻറ്റ് എന്നിട്ട് നമ്മൾ എക്സ്പോർട്ട് ഡിഫോൾട്ടും കൂടി എഴുതാം. എക്സ്പോർട്ട് ഡിഫോൾട്ട് ലിറിക് ലിസ്റ്റ്. ഇവിടെ ഒരു റെൻഡർ മെത്തേഡും കൂടി ആഡ് ചെയ്യാം. റെൻഡർ. ഓക്കെ, റെൻഡറിൻ്റെ ഉള്ളിൽ റിട്ടേൺ ഞാനിപ്പോൾ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് ഇത് റിയാക്ട് ആയതുകൊണ്ട് ഞാൻ സ്പീഡിൽ പോകുന്നത് UL റിട്ടേൺ UL തൽക്കാലം ഞാൻ ലിറിക് ലിസ്റ്റ് എന്ന് പറഞ്ഞ് ചുമ്മാ ഞാൻ കൊടുക്കണം ഇപ്പോൾ ലിറിക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ ഒരു ലിറിക് ലിസ്റ്റ് കമ്പോണൻറ്റ് പുതുതായിട്ടൊരു ക്രിയേറ്റ് ചെയ്തു. അതിലൊന്നും കൊടുക്കുന്നില്ല. റെൻഡർ മെത്തേഡിനുള്ളിൽ UXൽ ഒരു ടെസ്റ്റ് മാത്രം നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിലത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിറിക് ലിസ്റ്റ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി സ്റ്റെപ്പ് 2ൽ ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ലിറിക് ക്രിയേറ്റ് കമ്പോണൻറ്റ് സോങ് ഡീറ്റെയിൽ കമ്പോണൻറ്റിൽ നമുക്ക് കണക്ട് ചെയ്യണം. അപ്പം ഞാനിവിടെ H3ക്ക് ശേഷം ഈ കമ്പോണൻറ്റ് കണക്ട് ചെയ്യാണ് ലിറിക് ലിസ്റ്റ്. ഞാനിത് ചെയ്യണമെന്ന് ഓട്ടോ ഇമ്പോർട്ട് ആവും. ഞാൻ മാനുവലി ഇമ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡയറക്റ്റ് കൊടുക്കുന്നത് സജഷൻസ് വെച്ചിട്ട് ലിറിക് ലിസ്റ്റ് ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ലിറിക് ലിസ്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി റെൻഡറിൽ നമ്മളിത് യൂസ് ചെയ്തു ലിറിക് ലിസ്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ബ്രൗസറിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. സക്സസ്ഫുള്ളി ബിൽഡ് ചെയ്തിരുന്ന് ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലിറിക് ലിസ്റ്റ് ആ പെർട്ടിക്കുലർ കമ്പോണൻറ്റ് ലോഡായിട്ടുണ്ട് ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ കൊടുത്ത കമ്പോണൻറ്റ്. ഓക്കെ, സോ തൽക്കാലം ഞാൻ ഇവിടെ വെച്ച് നിർത്തണം ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത വീഡിയോയിലുണ്ടാവും. സോ ഇതിൻ്റെ സമ്മറി ഇപ്പോൾ ഞാൻ എന്താ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തതെന്ന് വെച്ചാൽ യൂസർ ലിറിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ഓൾറെഡി കൊടുത്തിരുന്നു. ആ ആഡ് ചെയ്ത ലിറിക്സിനെ UIയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പെർട്ടിക്കുലർ കമ്പോണൻറ്റ് പുതിയതായിട്ട് ഉണ്ടാക്കിയത്. ലിറിക് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞിട്ട് ബിൽഡ് ചെയ്തിരുന്നു. അത് സ്കെൽട്ടറാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഒന്നുമില്ല, ഒരു ടൈറ്റിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതിനെ നമ്മൾ സോങ് ഡീറ്റെയിൽ കമ്പോണൻറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് റെൻഡറിൽ കാണിക്കുന്നുണ്ട്. റെൻഡറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, ഈ പെർട്ടിക്കുലർ കമ്പോണൻറ്റ് സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടിയിട്ട്.
അതിന് ശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്ത് അതിനെ കൺഫേം ചെയ്തു ആക്ച്വലി ലോഡ് ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ ഈ ലിറിക് ലിസ്റ്റ് കമ്പോണൻറ്റ്. സോ ഇത് ഓൾറെഡി ലോഡ് ആവേണ്ടത് നമ്മൾ കണ്ടു. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. ആസ് യൂഷ്വൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇന്നത്തെ ഡൗട്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, വളരെ സിമ്പിളാണ്. എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ തന്നെ കമൻസിൽ മെൻഷൻ ചെയ്താൽ ഞാൻ സോൾവ് ചെയ്യാം എന്തായാലും. ഓക്കെ, സോ താങ്ക്സ് ലോട്ട്, ബൈ.